ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ വൈദു ബേബി മാത്രമേ ഉള്ളൂ വീട്ടിൽ. അച്ഛനും ഏട്ടനും വാമിപ്പെണ്ണും കൂടെ നമ്മുടെ ലാലേട്ടൻ്റെ ഫിലിമില്ലേ തുടരും, അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനും വൈദു ബേബി മാത്രം വീട്ടിൽ. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, വൈദു ബേബി തിയേറ്ററിലൊന്നും ഇരിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ചെരുപ്പ് എടുത്തിട്ടിട്ട് ഞാൻ വീടിൻ്റെ ചുറ്റുമെല്ലാം ഒന്ന് നടന്നു. അപ്പോഴാണ് ഇത് നമ്മുടെ കണ്ണിൽ പെട്ടത്. നോക്കിക്കേ, നല്ല പഴുത്ത് നിൽക്കുക നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്. ഇവിടെ ഇത് ചെറിയൊരു മരവാകട്ടോ, പക്ഷേ നിറച്ചും പഴുത്ത് കിടക്കുന്നുണ്ട്. നോക്കിക്കേ, എന്താ രസമല്ലേ കാണാൻ തന്നെ. ഇതിൻ്റെ ഒരു കൊമ്പിൽ തന്നെയാണ് കേട്ടോ ഈ നിറച്ചും പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശിഖരം ഇതാ താഴേക്ക് വീണ് കിടക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നോക്കിക്കേ, ഇനിയും കുറേ ഉണ്ട് കേട്ടോ. മുകളിൽ നിൽക്കുന്നത് അങ്ങനെ പഴുത്തിട്ടില്ല കേട്ടോ. ഈ താഴേക്ക് വീണ് കിടക്കുന്നത് നല്ല മഞ്ഞ കളറായി പഴുത്ത് നിൽപ്പുണ്ട്. എല്ലാവർക്കും ഈ ഫ്രൂട്ട് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, പക്ഷേങ്കിൽ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പോയി ഒരു 2-3 അങ്ങ് പറിച്ചെടുക്കാം അല്ലേ പഴുത്തത്. വേഗം തന്നെ പോയി ഞാനൊരു പാത്രം എടുത്തിട്ട് വന്നേ. എന്നാൽ പിന്നെ നല്ല പഴുത്തത് നോക്കി അങ്ങ് നമുക്ക് പറിച്ചെടുത്താലോ. അങ്ങനെ ഇതാ ഓരോന്നായി ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് ഇതിനു മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മരത്തേന്ന് ആദ്യമായിട്ടാണ് പറിച്ചെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ മരത്തേൽ ഫ്രൂട്ട്സ് എല്ലാം നല്ല പഴുത്ത് കിടക്കുമ്പോൾ അത് പറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണല്ലേ. നല്ല വലിയ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഈ സ്റ്റാർ ഫ്രൂട്ട് എത്ര പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നോക്കിക്കേ, കൊല കണക്കാണ് കേട്ടോ പിടിച്ച് നിൽക്കുന്നത്. കുറച്ച് കളറ് മാറിയതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നല്ല പഴുത്തത് മാത്രമേ പറിച്ചെടുത്തുള്ളൂ. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ പറിച്ചെടുക്കാമല്ലോ. അങ്ങനെ ഇതാ ഒരു 4 ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ പോയി ഇത് നമുക്ക് മുറിച്ചെടുത്താലോ. അങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരെണ്ണം ഞാനിവിടെ മുറിക്കുന്നുണ്ട്. ഇത് നമുക്ക് വെറുതെ മുറിച്ച് തിന്നുന്നതിലും നല്ലതേ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും. സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയാൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. മുറിച്ചിട്ടപ്പോൾ നോക്കിക്കേ, കാണാൻ എന്തൊരു ഭംഗിയാല്ലേ. ഇങ്ങനെ ഉപ്പും മുളകെല്ലാം ഇട്ട് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ ഒന്ന് കഴിച്ചു നോക്കിയാലോ. അമ്പോ, കാണുമ്പം തന്നെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ. എന്നാൽ ഇതൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഉപ്പും മുളകെല്ലാം ഇട്ട് കഴിക്കാൻ ഒന്നും പറയാനില്ല, കിടു സാധനം. വാമിപ്പെണ്ണിനാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.